ഇതാണോ അങ്ങയുടെ വിശ്വാസം? എങ്കിൽ പറഞ്ഞാലും എന്തുദ്ദേശ്യമാണ് ഞാൻ അവിടെ ഭൂമിയിൽ പോയി പൂർത്തിയാക്കേണ്ടത്? കേൾക്കൂ ഗംഗേ, ഒരിക്കൽ രാജാ സഗരന്റെ 1000 പുത്രന്മാർ അശ്വമേധമൃഗത്തിന്റെ സുരക്ഷ ചെയ്തുകൊണ്ട് ദിഗ്വിജയത്തിനായി ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ദേവരാജൻ ഇന്ദ്രൻ അശ്വത്ഥ മോഷ്ടിച്ച് കപിലമുനിയുടെ ആശ്രമത്തിൽ കെട്ടിയിട്ടു. ഇവിടെ നമ്മുടെ ആകാശത്തെ ഒന്നും കാണാനേ ഇല്ലല്ലോ. ഇതേതോ ഋഷിയുടെ ആശ്രമമാണെന്ന് തോന്നുന്നു. നമ്മുടെ ആശ്രമത്തിൽ എന്തിനു വരുന്നു? നമുക്കറിയാം ആശ്രമമാണെന്നുള്ളത്, കുതിരക്കറിയില്ലല്ലോ ആശ്രമമാണെന്നുള്ളത്. അതിനെവിടെയും പോകാം. വാ, നമുക്ക് മറ്റെവിടെയെങ്കിലും തിരയാം. അതുകൊണ്ട് ആ മുനിയെ കണ്ടോ? ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. വാ, അദ്ദേഹത്തോട് ചോദിക്കാം അശ്വത്തെ കണ്ടോ എന്ന്. മുനിവര, അങ്ങ് ഞങ്ങളുടെ ആകാശത്തെ കണ്ടുവോ? മുനിശ്രേഷ്ഠ, ഞങ്ങൾ സകരപുത്രന്മാരാണ്. ഞങ്ങളുടെ മഹാരാജാവ് രാജാവ് സകരൻ അശ്വമേധയാഗം നടത്താൻ തയ്യാറെടുക്കുന്നു. ഞങ്ങളുടെ ആകാശം ഈ വഴിക്കാണ് വന്നത്. അങ്ങ് ഞങ്ങളുടെ അശ്വത്തെ കണ്ടുവോ? ഋഷികൾ ഇത്രയ്ക്ക് അഹങ്കാരികളാണോ? ഇത് എന്ത് മുനിയാ? നമ്മുടെ വാക്കുകൾ കേൾക്കുന്നേ ഇല്ല. ഇത് നമ്മൾ അപമാനിക്കലാണ്. ഇദ്ദേഹം ഋഷിയാണെങ്കിൽ ഞങ്ങൾ രാജസാഗരന്റെ പുത്രന്മാരാണ്. ഞങ്ങൾക്ക് മാന്യതയുണ്ട്. നോക്കൂ നോക്കൂ, അത് അശ്വമേധത്തിന്റെ കുതിര. അത് ശരി, നമ്മുടെ അശ്വത്തെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ മുനി. ഇയാൾ മുനിയല്ല, കള്ളനാണ്, കള്ളൻ. ഇയാൾ കപടമുനിയാണ്. മുനിയുടെ വേഷം ധരിച്ച് ഈ കള്ളൻ ഇവിടെ ഇരിക്കുകയാണ്. ആരും കണ്ടുപിടിക്കില്ലല്ലോ. ഇയാൾ കള്ളനാണ്, ചതിയനാണ്, അഹങ്കാരിയാണ്. ഈ കള്ളന് ശിക്ഷ കൊടുത്തേ തീരൂ, കൊടുത്തേ തീരൂ. ദുഷ്ടരെ, നിങ്ങൾ എന്നെ ശിക്ഷിക്കുമോ? ഞാൻ നിങ്ങളെ ഇപ്പോൾ ഭസ്മമാക്കുന്നുണ്ട്. ഗംഗേ, ഇത് അത്യന്തം ദുഃഖമുള്ള വിഷയമാണ്. രാജാ സകരൻ തൻ്റെ പുത്രന്മാരെ ഉദ്ധരിക്കാനായി തപസ് ചെയ്യുവാൻ നിശ്ചയിച്ചു. തൻ്റെ പൗത്രൻ അംശുമാനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, എന്ന് ഗംഗാമാതാ ഭൂമിയിൽ അവതരിച്ച് എൻ്റെ പുത്രന്മാരെ ഉദ്ധരിക്കുന്നുവോ അതുവരെ ഈ തപസ് തുടരണം എന്ന്. രാജാ സഗരനാണോ അഭ്യർത്ഥിച്ചത്? ഹാ, നിന്നെ തപസ് ചെയ്ത് സകരൻ, അംശുമാൻ, പിന്നെ രാജാ ദിലീപനും അവരെല്ലാവരും തങ്ങളുടെ പ്രാണൻ ത്യജിച്ചു. പിതാമഹന്റെ ആജ്ഞ പോലെ പൂർവികരെ ഉദ്ധരിക്കാനായി ഭഗീരഥൻ തന്റെ കഠിനമായ തപസ് തുടർന്നു. ശാപമോക്ഷത്തിനുള്ള ഉപായം ഉദ്ധാരണത്തിനും. മനസ്സിലായി ജഗദീശ്വര, മനസ്സിലായി. ഭഗീരഥന്റെ പൂർവികരുടെ പാപത്തിന്റെ കളങ്കം ഞാൻ എന്റെ ശരീരത്തിൽ ആവാഹിക്കണം. ദുഷ്കർമ്മം ചെയ്തത് അവരാണ്, അതിന്റെ പീഡയും അനുഭവിക്കുന്നു. പക്ഷേ എന്തിനാണ് അങ്ങും ഭഗീരഥനും കപിലമുനിയും ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്? എന്റെ സ്പർശം കൊണ്ട് അവർക്ക് മുക്തി ലഭിക്കുമെന്ന്. അതിനെ വിധിയുടെ വിധാനമെന്ന് മാനിക്കണം. മാനിക്കുന്നു. അവർക്ക് മുക്തി ലഭിച്ചാൽ പിന്നെ എനിക്കെന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഉജ്ജ്വല രൂപിയായി ഞാൻ പോകും. തിരിച്ചു വരവ് പാപത്തിന്റെ കളങ്കവും പേറിയാകും. ഓ, ഞാൻ മറന്നു. അങ്ങെനിക്ക് തിരിച്ചു വരാനുള്ള സംവിധാനം ചെയ്തിട്ടേയില്ല. സ്വന്തം ശക്തിയെയും സാമർഥ്യത്തെയും ഇത്രമാത്രം ഇകഴ്ത്തി കാണരുത് ഗംഗേ. ആകാശവാസി ഗംഗയുടെ ഉജ്ജ്വലതയുടെ മാത്ര ഇത്ര ദുർബലമോ? പൃഥ്വിവാസികളുടെ പാപം കഴുകിയാൽ കളങ്കിതവും പങ്കിലവുമാകുമോ? ഉജ്ജ്വലത നഷ്ടമാകാതിരിക്കില്ല ജഗദീശ്വര. മറ്റുള്ളവരെ ഉദ്ധരിക്കുന്നത് മൂലം ശക്തിയും ഉജ്ജ്വലതയും നഷ്ടമാകും? ഇല്ല ഗംഗേ. അന്യന് മംഗളം ചെയ്യുമ്പോൾ, അവരെ ഉദ്ധരിക്കുമ്പോൾ ശക്തിയും ഉജ്ജ്വലതയും നഷ്ടമാകുന്നില്ല, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുക. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കോ.
ദേവന്മാർ സദാ അത്തരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങ് എന്തു പറയുന്നുവോ അതിനെ ഞാൻ സത്യമെന്ന് മാനിക്കുന്നു. ഞാൻ പൃഥ്വി വരെ പോയി ഭഗീരഥന്റെ പൂർവികരെ എന്റെ സ്പർശം കൊണ്ട് ശാപമുക്തരാക്കി തിരിച്ചു വരാം. അങ്ങയുടെ ആവശ്യവും സഫലമാകും. ആജ്ഞ പാലിക്കണമെന്ന എന്റെ കർത്തവ്യവും പൂർണ്ണമാകും പ്രഭോ. പക്ഷേ എന്നോട് ഭൂമിയിൽ സ്ഥിരമായി വസിക്കണമെന്ന് ആവശ്യപ്പെടരുതേ. ആവശ്യപ്പെടരുതേ വിശ്വേശ്വര, ആവശ്യപ്പെടരുതേ. ഗംഗേ, നീ നിന്റെ മംഗളദായിയായ രൂപം മനസ്സിലാക്കാത്തതെന്ത്? നിന്റെ ആ രൂപം സ്വർഗത്തിൽ മാത്രം വസിക്കാനുള്ളതല്ല, പൃഥ്വിവാസിയാകാനുള്ളതാണ്. ഞാൻ പൃഥ്വിയിൽ വസിക്കുന്നത് കൊണ്ട് അവിടെ മംഗളം ഭവിക്കുമോ? ദേവന്മാരും സ്വയം ഞാനും ആ സത്യത്തിൽ വിശ്വസിക്കുന്നു. ഭൂമിയിലെ വർദ്ധിച്ചു വരുന്ന താമസികത, ആസുരവൃത്തി എന്നിവ ഈ ഗതിയിൽ വർദ്ധിച്ചു വന്നാൽ ഭൂമിയിൽ ജീവിതം ദുഷ്കരമാകും. അവിടെ സ്വാത്വികതയും ദൈവീകതയും പ്രചാരമാക്കാനും പാപികൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വ്യവസ്ഥയുണ്ടാക്കാനും സമയമായിരിക്കുന്നു. അതിന് എനിക്ക് എന്ത് ചെയ്യാനാകും? പൃഥ്വിവാസികൾ നിന്റെ സ്പർശം കൊണ്ട് ഉദ്ധരിക്കപ്പെടും. നീ പാപികളെ സമുദ്ധരിക്കും, അവർക്ക് പുതിയ ജീവിതം നൽകും. പാപികളെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി എന്തിനെന്നെ തെരഞ്ഞെടുത്തു ജഗദീശ്വര? എനിക്കല്ലാതെ മറ്റു ദേവതമാർക്ക് ഈ കാര്യം സാധ്യമല്ലെന്നുണ്ടോ? നിസ്സന്ദേഹം മറ്റാർക്കും അതാവില്ല. പാപം നശിപ്പിക്കാനുള്ള സാമർഥ്യം നിന്നെപ്പോലെ മറ്റാർക്കും ലഭ്യമല്ല. ഭഗീരഥന്റെ പൂർവികരെ ഉദ്ധരിക്കുക നിന്റെ കർമ്മത്തിന്റെ ഉദ്ദേശത്തിന്റെ ഒരു അംശം മാത്രമാണ്. നിന്റെ മുഖ്യകർമ്മം ഭൂമിയെ ഉർവരയാക്കുകയും യുഗയുഗങ്ങളായി പാപികളുടെ ഉള്ളിലുള്ള പാപാഗ്നി നശിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് എന്തു ഫലം ജഗദീശ്വര? നിന്റെ ഈ മംഗളകാരകമായ ഭാവത്തിൽ പ്രഭാവിതരാകുന്ന ജനകോടി നിനക്ക് മാതാവിന്റെ സ്ഥാനം നൽകി സമാദരിക്കും. മാതാവിന്റെ സ്വരൂപം നേടുന്ന നീ വാത്സല്യത്തോടെ പാപികളുടെ പാപം പ്രക്ഷാളനം ചെയ്യും. നിന്റെ ആ മാതൃസ്വരൂപം കാരണം ഭൂമിയിൽ നീ എന്നെന്നും കീർത്തിക്കപ്പെടും. എന്റെ ആജ്ഞ മാനിക്കൂ ഗംഗേ. പൃഥ്വിവാസികൾക്ക് മാതാവായി അവർക്ക് മംഗളം നൽകൂ. ഭഗീരഥ, ഗംഗയെ വിളിക്കേ. ഹേ ദേവി ഗംഗേ, ഗംഗേ. ദേവി ഗംഗേ, 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 ഗംഗേ. നീ കേട്ടു? നിന്റെ അപ്രിയവചനം കേട്ട് ശിവൻ കോപിഷ്ഠനായി ഹുങ്കാരം മുഴക്കി. അതിൽ ത്രിലോകങ്ങളും വിറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ശക്തി അനുമാനിക്കാമോ നിനക്ക്? അത് ശിവന്റെ ഹുങ്കാരമായിരുന്നു. ആ, ശിവന്റെ ശക്തിയുടെ മൂല്യം ആർക്കും നിർണയിക്കാനാവില്ല. സാക്ഷാൽ ശക്തിയാണ് അദ്ദേഹം. അപ്പോൾ എന്റെ വേഗത്തിന്റെ തീവ്രത സഹിക്കാൻ തയ്യാറായിരിക്കുമല്ലോ? തീർച്ചയായും. ഭൂമിയിലേക്ക് ഞാൻ എപ്പോൾ പോകണം വിശ്വേശ്വര? ശുഭവും മംഗളകരവുമായ കാര്യത്തിന് വിളംബം പാടില്ല. നീ ഉടൻ തന്നെ പൃഥ്വിയിലേക്ക് യാത്ര തിരിക്കണം. ആജ്ഞ പോലെ ഭഗവാൻ. ഗംഗേ,
നിന്റെ ഈ തീവ്രവേഗം നിന്റെ അഹങ്കാരം വിളിച്ചു പറയുന്നു ഗംഗേ. അത് കുറയ്ക്കുന്നതായിരിക്കും നിനക്ക് ഉചിതം. ഗംഗേ, നിന്റെ വേഗത്തിന്റെ അഹങ്കാരത്തിൽ നിന്റെ ഉദ്ദേശം നീ മറന്നോ? എന്നാൽ എന്നേക്കുമായി നീ എന്റെ ജടയിൽ കുടുങ്ങിക്കിടക്ക്. അഹങ്കാരം ശമിക്കട്ടെ, അതുവരെ അവിടെ വിശ്രമിക്ക്. അതെങ്ങനെ സാധിക്കും ദേവേശ്വര? എന്റെ അഭിമാനം നഷ്ടപ്പെടണമെങ്കിൽ ഞാൻ അങ്ങയുടെ ചരണങ്ങളിൽ വീഴണം. വീഴുമോ? ദേവേശ്വര, ഞാൻ അങ്ങയുടെ മസ്തകത്തിൽ വിരാജിക്കുന്നു. എന്റെ ഗർവം വർദ്ധിക്കുകയേ ഉള്ളൂ. ഇതെന്ത് അനർത്ഥമാണ് ഉണ്ടായത് വിശ്വനാഥ? എന്ത് അനർത്ഥമാണ്? അങ്ങ് ഗംഗാദേവിയെ അങ്ങയുടെ ജടയിൽ അടക്കി വെച്ചിരിക്കുകയാണല്ലോ. ദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കിയാലും ഭഗവാൻ, ഭൂമിയിലേക്ക് ഒഴുക്കിയാലും ദേവ. ഇല്ല ഭഗീരഥ, ഗംഗയുടെ അഹങ്കാരം നശിക്കും വരെ അത് സംഭവ്യമല്ല. എന്ത് അഹങ്കാരം ദേവ, എന്ത് അഹങ്കാരം!